ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. Yes, sir. എല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങിയോ? ഡാക് സിനാരിയോ എന്ന് പറഞ്ഞ് തന്ന കാര്യം ചെയ്യാൻ തുടങ്ങിയോ? ഓക്കെ. പ്രൊജക്ടിന്റെ ടോപ്പിക് കണ്ടുപിടിച്ചോ എല്ലാവരും? ഉം? കണ്ടുപിടിച്ചോ? ഓൺലൈൻ പ്രൊജക്ടിന്റെ ടോപ്പിക് ഫൈനലൈസ് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്ത് പ്രൊജക്ടിന്റെ ടോപ്പിക് ഫൈനലൈസ് ചെയ്തവര് ഒരാള്. ബാക്കി ആരും ചെയ്തില്ലേ? ഓഫ്ലൈനോ? എത്ര പേര് ഫൈനലൈസ് ചെയ്തു? ഏത്? ഇന്ന് ഈവനിങ്. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവരോ? സാർ ഇന്ന് നോക്കും സാർ. ഏതാ ഇറക്കുന്ന എന്താ പറഞ്ഞു? അല്ല, ഇന്ന് റെഡിയാക്കും. എനിക്ക് 2 ഉണ്ട്. അപ്പൊ അതില് നമ്മൾക്ക് ഇതിലിപ്പോ നമ്മൾ പവർ ബി ഐ മാത്രമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. നമ്മൾ സീക്വലും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. എന്തുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത്? മൈ സീക്വല്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. അപ്പൊ ഞാനൊന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കൂടി നോക്കിയിട്ട് എടുക്കാൻ ഓർത്തിട്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എ പി ഐ വെച്ചിട്ട് വേണമെങ്കിൽ ഡാറ്റ ഫെച്ച് ചെയ്തോ. അതിനൊന്നും ഞാൻ ഒരു റെസ്ട്രിക്ഷൻ തരുന്നില്ല. ചെയ്യുന്നതിന്റെ ഏറ്റവും അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ വേണം ഇംപ്ലിമെന്റ് ചെയ്തോ. അതിനോട് പഠിപ്പിച്ച കാര്യങ്ങളില്ലെങ്കിലും അതിന്റെക്കാളും അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. ഇത് പഠിപ്പിച്ചതിന് താഴത്തോട്ട് പോരുന്നത് എനിക്ക് നിർബന്ധമല്ലോ ക്രൈറ്റീരിയ. അതിന് മുകളിലോട്ട് നിങ്ങൾക്ക് എത്ര ലെവൽ വേണമെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് പോയിക്കോ. പക്ഷെ പഠിപ്പിച്ചതിന്റെ ഒരു 50% 60% എങ്കിലും മിനിമം അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അത് കൂടാതെ എത്ര വേണമെങ്കിലും നിങ്ങൾ എബോവ് ദ റേഞ്ച് പോയിക്കോ. എനിക്ക് ഒരു കുഴപ്പമില്ല. ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ. ബാക്കി ആരും ടോപ്പിക് ഒന്നും ചൂസ് ചെയ്തില്ലേ? ടോപ്പിക് കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതൊന്ന് ഫൈനലൈസ് ചെയ്യണം, ഏതെടുക്കണം എന്നുള്ളത്. ഏതാ ടോപ്പിക് ഏതാ നോക്കിയത്? ഞാനൊരു വെതറിന്റെ നോക്കിയിട്ടുണ്ടായിരുന്നു, API വെച്ചിട്ട് ഫെച്ച് ചെയ്യണം. പക്ഷെ അതെനിക്ക് ഡാറ്റാസ് ഒക്കെ കിട്ടുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നോക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു IPL-ന്റെ ഒരു ഇതുണ്ട്. അങ്ങനെ വേറെ ടോപ്പിക് കൂടി ഉണ്ട് ഈ കോഡ് ബേസിക്സ് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഫൈനലൈസ് ചെയ്തിട്ടില്ല ഏതെടുക്കണ്ടേ. എന്നാ മൂന്നും ചെയ്യാൻ പറ്റുമോ നോക്കട്ടോ. ഓക്കെ. പിന്നെ എന്നോട് ആരെങ്കിലും എന്നോട് ഒരുപാട് പേര് രണ്ടെണ്ണം അയച്ചിട്ട് ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നില്ല. എന്നോട് അങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഞാൻ എന്ത് പറയും? പോത്ത് എന്ന് പറയും കേട്ടോ. എന്നോട് ആ ക്വസ്റ്റ്യൻ ആരും ചോദിക്കണ്ടാവും. എന്നതാ ആൻസർ പറയും, രണ്ടും ചെയ്തോന്നേ പറയൂ. അതിൽ ഏതാ നല്ലതെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. രണ്ടും ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ. എന്നാ രുക്മിണി എന്താ ചോദിച്ചേ? അല്ല സാർ, കോഡ് ബേസിക്സിൽ ഒരു ടോപ്പിക് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഏതെടുക്കണ്ടേന്നുള്ളതിൽ നിൽക്കുക. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഡൊമൈൻ ഏതാണ് അത് നോക്കിയിട്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ചൂസ് ചെയ്തോളും, കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ഡൊമൈൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൊമൈനിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഇന്നൊരു കുട്ടി പ്രൊജക്ട് പ്രസന്റ് ചെയ്തപ്പോൾ അതിൽ ആള് ചെയ്തത് എന്തോ ഇലക്ട്രിസിറ്റി ബില്ല് അനാലിസിസ് ആയിട്ട് ആള് ചെയ്തത്. KSEBിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് വെച്ചിട്ടാണ് ആള് അനാലിസ് ചെയ്തത്. പിന്നെ ഈ വെതറിൻ്റെതും ഒരു സ്റ്റുഡന്റ് ഞാൻ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. API വെച്ചിട്ട് ഡാറ്റ എടുത്തിട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗൂഗിൾ ട്രെൻഡിന്റെ അനാലിസിസ് API വെച്ചിട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ട്രെൻഡ് അറിയില്ല, സെർച്ചിന്റെ കീവേഡ് ഒക്കെ, ഓരോ കീവേഡും എത്രത്തോളം സെർച്ച് ആവുന്നുണ്ട് ആ ഒരു ട്രെൻഡ്, അത് ഗൂഗിൾ ട്രെൻഡിന്റെ API കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫെച്ച് ചെയ്തിട്ട് അനാലിസ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിലെ ഡാറ്റ നേരെ ഫസ്റ്റ് SQL-ലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ അതിൽ വേണ്ട ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങൾ അവിടെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടുന്ന് പവർ ബിയിലോട്ട് കണക്ട് ചെയ്ത് പവർ ബിയിൽ വിഷ്വലൈസേഷൻ കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ടെക്നോളജി അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഫൈനലായിട്ട് പഠിക്കാനുള്ള കാര്യം, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് എങ്ങനെ പവർ ബി സർവീസിലോട്ട് പബ്ലിഷ് ചെയ്യാം. ഓൾറെഡി കുറച്ച് പേരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക,
സൈൻ ഇൻ ചെയ്ത് വെക്കുക. ഈ സൈൻ ഇൻ ചെയ്തില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ വാർണിംഗ് വന്നുകൊണ്ടിരിക്കുന്നില്ലേ, അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? നേരെ ഇവിടെ ഓപ്ഷൻ ആൻഡ് സെറ്റിംഗ്സ്, അതിൽ ഓപ്ഷൻസ്, അത് എത്രത്തോളം വരുമോ ഇല്ല എനിക്ക് ഉറപ്പില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പ്രിവ്യൂ ഫീച്ചേഴ്സിൽ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാം, ട്രാൻസെപ്റ്റിക്കൽ ടാസ്ക് ഫ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഡിഫോൾട്ട് ആയിട്ട് എല്ലാവരും ടിക്ക് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഓക്കെ പാസ് ചെയ്യാം. ഓക്കെ വിടുമ്പോൾ എന്ത് ചെയ്യും, പവർ ബി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. ജസ്റ്റ് പവർ ബി സേവ് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഇഷ്യൂ അവിടെ നിന്ന് സോൾവ് ആകാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല അവരും. നന്ദഗോപാലിന്റെ ടോപ്പിക് എന്തായിരുന്നു? ഞാൻ കോഡ് ബേസിക്സിന് അടുത്ത ഒരു ടോപ്പിക്കാണ്. ഒരു ഇന്ത്യൻ ഒരു ക്യാബ് കമ്പനീന്റെ ടയർ 2 സിറ്റീസിന്റെ പെർഫോമൻസ് അനാലിസിസ് ഓക്കെ ഓക്കെ, ചെയ്യാൻ തുടങ്ങിയോ? തുടങ്ങിയിട്ട് ബേസിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഫുൾ ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ, ശരി. ട്രൈ ഔട്ട് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ML പ്രൊജക്ട് കംപ്ലീറ്റ് ആയോ? സബ്മിറ്റ് ചെയ്തോ? പ്രസന്റേഷൻ കഴിഞ്ഞോ? എത്ര എണ്ണം കഴിഞ്ഞു? ഒന്ന് മാത്രമാണോ? അങ്ങനെയല്ല ചോദിച്ചാ, നിങ്ങൾ എത്ര എണ്ണം ചെയ്തതെന്ന് ചോദിച്ചാ. ഇതുവരെയായിട്ട് ഒന്നും ചെയ്തില്ലോ? ML 2 എണ്ണം. ഓക്കെ, അത് സ്ട്രീംലിറ്റ് ഒക്കെ വെച്ച് ഫ്രണ്ട് എൻഡ് ഒക്കെ സെറ്റ് ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പുറത്ത് ഓപ്പൺ സിവിന്റെ എന്തൊക്കെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തോ? അതിപ്പോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതിപ്പോ സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പ് പവർ ബി ചെയ്ത് തീർത്താൽ കുറച്ച് തലവേദന ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതും ഇതൊക്കെ വന്നിട്ട് എന്തോ ബുദ്ധിമുട്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് പവർ ബി സർവീസിലോട്ട് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്യുന്ന മുമ്പ് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഏത് സർവീസ് അക്കൗണ്ടിലോട്ടാണോ പബ്ലിഷ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് വെച്ചിട്ട് നമ്മളിവിടെ സൈൻ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ എനിക്ക് ലുമിനാറിന്റെ ആൾക്കാരെ കാണാനാണ് ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വെച്ചിട്ട് സൈൻ ചെയ്യേണ്ടി വരും, ലുമിനാറിന്റെ പവർ ബി സർവീസിന്റെ അക്കൗണ്ട് വെച്ചിട്ട് അവിടെ സൈൻ ചെയ്യേണ്ടി വരും. തൽക്കാലം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്റെ തന്നെ പവർ ബി സർവീസിന്റെ അക്കൗണ്ട് പാസ് ചെയ്യാൻ പോവാണ്, നിങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ. ഇങ്ങോട്ടാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു ഫയൽ എന്ത് ചെയ്യാം, ലോക്കൽ മെഷീനിൽ പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്ത് വെക്കും. അതിനുശേഷം നേരെ ഹോം ടാബിൽ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, ഷെയർ. അതിനകത്ത് എന്ത് കാണാം, പബ്ലിഷ്. പബ്ലിഷ് ദിസ് റിപ്പോർട്ട് ഓൺലൈൻ ഇൻ ദ പവർ ബി സർവീസ്. അവിടെ ജസ്റ്റ് പബ്ലിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ചോദിക്കും ഈ ഒരു വർക്ക് സ്പേസിലെ ഈ ഒരു സർവീസിലെ ഏത് വർക്ക് സ്പേസിലോട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യേണ്ടത്. വർക്ക് സ്പേസ് മീൻസ് ഇപ്പൊ എന്താണ്, ഫോൾഡർ പോലൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എന്താണ്, നിങ്ങളൊരു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഏത് ഫോൾഡറിലോട്ടാണ് ചോദിക്കില്ലേ. അതുണ്ടാവും ഓരോ പവർ ബി സർവീസിലും ഡിഫറെന്റ് വർക്ക് സ്പേസ് ഉണ്ടാവും. ഓരോ കാര്യങ്ങൾക്കും ഓരോ വർക്ക് സ്പേസ് ആയിരിക്കും യൂസ് ചെയ്യാം. അതിലോട്ട് ഏതിലോട്ടാണോ വേണ്ടത് ആ വർക്ക് സ്പേസ് അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് എൻ്റെ രണ്ടെണ്ണം കാണാം, ക്ലാസ് വർക്കും മൈ വർക്ക് സ്പേസും. നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉണ്ടാവും, മൈ വർക്ക് സ്പേസ് മാത്രമേ ഉണ്ടാവും. നിങ്ങൾ അത് സെലക്ട് ചെയ്തു അതെന്ത് ചൂസ് ചെയ്യുക, സെലക്ട്. ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നേരെ എങ്ങോട്ട് പബ്ലിഷ് ആവും, അവർ റെസ്പെക്റ്റീവ് പവർ ബി സർവീസിലെ ആ റെസ്പെക്റ്റീവ് വർക്ക് സ്പേസിലോട്ട് അത് പബ്ലിഷ് ആവാൻ തുടങ്ങുന്നുണ്ടാവും. പബ്ലിഷ് ടു പവർ ബി ഐ. താഴെ കാണാം ഓപ്പൺ ഏപ്രിൽ റിപ്പോർട്ട് ഡോട്ട് PBIX ഇൻ പവർ ബി ഐ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആ ഒരു പവർ ബി സർവീസിന്റെ അക്കൗണ്ടിലോട്ടും പോകാനും പറ്റും. സർ ഞാൻ ലീവ് ആയിരുന്നു, എനിക്കപ്പോ മിസ്സായി, ഇടയ്ക്ക് വെച്ച് പറഞ്ഞു. എന്നുവെച്ചാൽ ഈ സർവീസിന്റെ കാര്യങ്ങളൊന്നും മിസ്സായിരുന്നു. ജസ്റ്റ് ഇത് പബ്ലിഷ് ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു പറഞ്ഞത്. നേരെ റിപ്പോർട്ടിലോട്ട് വരുവാം. ഹോം ടാബിൽ അവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിലെന്ത് കാണാം, പബ്ലിഷ്. പബ്ലിഷ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കും ആ ഒരു സർവീസ് അക്കൗണ്ടിലെ ഏത് വർക്ക് സ്പേസിലോട്ട് പബ്ലിഷ് ചെയ്യണം. വർക്ക് സ്പേസ് മീൻസ്
നമ്മളൊരു ഫോൾഡർ പോലെ ഒരു കൺസെപ്റ്റ്. ഓരോ സർവീസ് എന്തുണ്ടാവും, ഡിഫറെന്റ് വർക്ക് സ്പേസ് ഉണ്ടാവും. അതിൽ ഏത് വർക്ക് സ്പേസിലോട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേണ്ടത്. നമുക്ക് അവിടെ മൈ വർക്ക് സ്പേസ് മാത്രമേ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാം. താഴെ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എന്താവും, പബ്ലിഷ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വരും, സക്സസ്ഫുള്ളി പബ്ലിഷ്ഡ്. താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ആ ഒരു പവർ ബി സർവീസിലോട്ട് നാവിഗേറ്റ് ആവും. അപ്പൊ എല്ലാവരും ഒന്ന് പബ്ലിഷ് ചെയ്ത് ഓൺലൈൻ പ്രോപ്പറായി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഓഫ്ലൈൻ എല്ലാവരുടെയും പബ്ലിഷ് ആയോ? ഇല്ല ഇല്ല ഇല്ല, വീണ്ടും പബ്ലിഷ് ഇല്ല. സർ ആ സക്സസ് പറഞ്ഞിരുന്ന വിൻഡോ വന്ന് പബ്ലിഷ് ആയിന്നില്ലേ? ആ, അപ്പൊ അതിന് താഴെ കാണാൻ പറ്റും, ഓപ്പൺ ആ റിപ്പോർട്ട് എന്നുള്ളൊരു ലിങ്ക് താഴെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ലിങ്കിലോട്ട്, ഡയറക്റ്റ് ആ പവർ ബി സർവീസിലോട്ട് നാവിഗേറ്റ് ആവും. ഓക്കെ. ആ അവിടെ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. എങ്ങനെ? ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോ അവിടെ എന്റർ യുവർ മെയിൽ എന്ന് പറഞ്ഞിട്ട്. വീണ്ടും ചോദിച്ചോ? ഒന്ന് കൊടുത്തു നോക്കിയേ. ചോദിച്ചോ? അപ്പൊ അത് അതിലോട്ട് ഡയറക്റ്റ് പോകുമ്പോൾ അതിന്റെ ഓൾറെഡി കണക്ട് ആയതുകൊണ്ട് പോകുന്നതായിരിക്കും. നിങ്ങളുടെ ബ്രൗസർ ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ കണക്റ്റഡ് ആയിരിക്കും. അത് മാറാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ബട്ടൺസ് നാവിഗേറ്റർ ഒന്ന് യൂസ് ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല, കൺട്രോളിന്റെ ആവശ്യമില്ല. ജസ്റ്റ് മൗസ് പോയിന്റ് വെച്ച് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഓരോന്നോരോന്നായിട്ട് മാറി മാറി വരുന്ന കാണാൻ പറ്റും. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? അനന്തു, നിഖിൽ, രുക്മണി, ഷബാസ് ചെയ്യുന്നുണ്ടോ? ആ ചെയ്തു. സാർ. ശരി സാർ. ഓഫ്ലൈനിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങൾ ഇവിടെ പബ്ലിഷ് ചെയ്തപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേജസ് കണ്ടോ? എനിക്കിവിടെ എന്ത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ? 3 പേജ്. നിങ്ങളുടെയോ? 3 പേജ് മാത്രമാണോ? ഇപ്പൊ നിങ്ങളുടെ പവർ ബേസ് ഡെസ്ക്ടോപ്പിൽ എത്ര പേജ് ഉണ്ട്? 3 ആണ്. ഇവിടെ എന്റെ കണ്ടോ, ഒരുപാട് പേജ് ഉണ്ട് ഡെസ്ക്ടോപ്പിൽ.
ഇത്രയും പേജ് ഉണ്ട്, പക്ഷെ അവിടെ എത്ര എണ്ണേ പോയിട്ടുള്ളൂ? 3 ആൾക്കാരെ പോയിട്ടുള്ളൂ. എങ്ങനെയായിരിക്കും? ഞാൻ ബാക്കിയുള്ള ഹൈഡ് എല്ലാ ചെയ്ത് പേജും എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന മുമ്പ് എന്ത് ചെയ്യണം? ആവശ്യമുള്ള പേജസ് മാത്രം ഷോ ചെയ്യുക, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഹൈഡ് ചെയ്യാൻ വിട്ടുപോയി, പബ്ലിഷ് ചെയ്തു, ഇനി ഒന്നുകൂടെ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തണം. വീണ്ടും എന്ത് ചെയ്യുക? ഡെസ്ക്ടോപ്പിലോട്ട് വരിക, ഇവിടെ ചേഞ്ചസ് ചെയ്യുക ഫസ്റ്റ്. അപ്പൊ അവിടെ ഡയറക്റ്റ് ഓട്ടോമാറ്റിക് എന്താവില്ല, അപ്ഡേറ്റ് ആവില്ല. നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യേണ്ടി വരും? റീപബ്ലിഷ് ചെയ്യേണ്ടി വരും. വീണ്ടും എന്ത് ചെയ്യുക? ഹോം ടാബിലോട്ട് വരിക, ഷെയർ, പബ്ലിഷ്. ഫസ്റ്റ് സേവ് ചെയ്യണമെന്ന് ചോദിക്കും, സേവ് പാസ് ചെയ്യാം. അപ്പൊ അവിടെ എന്ത് ചോദിക്കും? ഏത് വർക്ക് സ്പേസിലോട്ടാണ് ഇത് വീണ്ടും ലോഡ് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? റീലോഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ റീപബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിം വർക്ക് സ്പേസ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാവണം. വേറെ വർക്ക് സ്പേസ് യൂസ് ചെയ്താവും ഒരു പുതിയ റിപ്പോർട്ടായിരിക്കും മാറിപ്പോകുന്നുണ്ടാവാം. എന്ത് ചെയ്തു? മൈ വർക്ക് സ്പേസിനെ ചൂസ് ചെയ്തു, സെലക്ട്. അപ്പൊ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ കൂടെ ആര് കൂടെ പബ്ലിഷ് ആവും? ഇതിന്റെ കൂടെ ഡാറ്റ കൂടെ പബ്ലിഷ് ആവും. അപ്പൊ അതാണ് ചോദിക്കുന്നത്, റീപ്ലേസ് ദിസ് ഡാറ്റ സെറ്റ്. ഇപ്പൊ എന്താണ്? എനിക്ക് റീപ്ലേസ് ചെയ്യണം, എന്ത് പാസ് ചെയ്യാം? റീപ്ലേസ്. അപ്പൊ അവിടെ പബ്ലിഷ് ആവും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും? ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മൾ ഇതുപോലെ റീപബ്ലിഷ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഡയറക്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ വീണ്ടും ഈ ഒരു ലിങ്ക് കാണിച്ചു തരും, ഓപ്പൺ. അത് ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു റിപ്പോർട്ട് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് വീണ്ടും പബ്ലിഷ് ചെയ്യുന്ന പ്രോസസ് കേട്ടോ. ആ സെയിം വർക്ക് സ്പേസ് ആണ്, അതിന്റെ മുകളിൽ ഓർഡർ കിട്ടും. അത്രയേ ഉള്ളൂ. പേരിൽ പോലും ചെറിയ വ്യത്യാസം വരുത്തരുത് കേട്ടോ. പേരിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ അത് പുതിയ റിപ്പോർട്ടായിട്ട് മാറും. നിങ്ങൾ എന്താ നോർമൽ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ? ഓവർ റൈഡ് ചെയ്യണമെന്ന് ചോദിക്കാറില്ല? അതുപോലെ കൺസെപ്റ്റ് തന്നെ. പേര് മാറിയാൽ അത് ചോദിക്കുവോ? ഇല്ല, പേര് മാറിയത് പുതിയ ഫയലോ. ഓക്കെ. അപ്പൊ ഇവിടെ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അടുത്തത്? ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഈ റിപ്പോർട്ടിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഷെയർ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ കാണാൻ പറ്റും. ഷെയർ എല്ലാവർക്കും അവൈലബിൾ അല്ലേ? പക്ഷെ നമ്മളിവിടെ ഷെയർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വർക്ക് ആവില്ല. എന്ത് വേണം? ഒരു ലൈസൻസ്ഡ് വേർഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു റിപ്പോർട്ട് മറ്റൊരാൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. നമ്മളിപ്പോ ഇത് യൂസ് ചെയ്യുന്നത് എന്താ? ഫ്രീ വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ലൈസൻസ്ഡ് വേർഷൻ അല്ല കേട്ടോ. അത് 2 ലൈസൻസ്ഡ് വേർഷനാണ് വരുന്നത്, പ്രോയും പ്രീമിയവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ലൈസൻസ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിപ്പോർട്ട് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോ വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോ ലൈസൻസ് ഉള്ള ഒരാൾക്ക് മറ്റൊരു പ്രോയിലോട്ട് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ എനിക്ക് പ്രോ ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെതൊക്കെ ഫ്രീ അക്കൗണ്ട് ആണ്. പക്ഷെ എനിക്ക് പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എല്ലാ ആൾക്കാരുമായിട്ട് റിപ്പോർട്ട് ഷെയർ ചെയ്യാൻ പറ്റൂ. എന്റെ ലൈസൻസ് പ്രീമിയം എന്ത് ചെയ്യാം? എനിക്ക് പ്രോയിൽ ഒരാൾക്ക് ഷെയർ ചെയ്യാം, ഫ്രീ ആയിട്ടുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിനാണ് പ്രീമിയം എന്നുള്ള കാറ്റഗറീസ്. അതാണ് ഏറ്റവും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസിങ് വേർഷനാണ് പ്രീമിയം. ഓക്കെ. അപ്പൊ എല്ലാവരും ഷെയർ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയോ? ഓക്കെ. ഇനി ഷെയറിന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ എന്ത് കാണാൻ പറ്റും? എക്സ്പോർട്ട്. നമുക്ക് ഈ ചെയ്ത റിപ്പോർട്ട് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി PDF-ലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടുന്ന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ PDF-ലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ അതുകൂടാതെ ഒരു ഫീച്ചർ കൂടെ കാണാൻ പറ്റും. എന്താണ്? പവർ പോയിന്റ്. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് നമുക്ക് ഡയറക്ട്ലി എങ്ങോട്ട് പബ്ലിഷ് ചെയ്യാം? നമ്മുടെ പവർ പോയിന്റിലോട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇതേ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, പവർ പോയിന്റിൽ കാണാൻ പറ്റും. ജസ്റ്റ് പവർ പോയിന്റ് സെലക്ട് ചെയ്തു. അപ്പൊ ചോദിക്കും പവർ പോയിന്റ് ഓപ്പൺ ചെയ്യട്ടെ. ഞാൻ എന്ത് പറഞ്ഞു? യെസ്. ഇവിടെ ഒന്നുകൂടെ ഓപ്പൺ ചോദിക്കും, ഓപ്പൺ പാസ് ചെയ്തു. അപ്പൊ ഈ റിപ്പോർട്ടിന് നേരെ എക്സ്പോർട്ട് ആവാൻ പോകുന്നത് എന്റെ പവർ പോയിന്റിലോട്ടായിരിക്കും. പവർ പോയിന്റ് ലൈസൻസ് വേർഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ അത് വർക്ക് ആവും കേട്ടോ. ലോഡായിട്ട് വരാനും ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. ജസ്റ്റ് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചൂസ് ചെയ്യാം. പവർ പോയിന്റ്, ഓപ്പൺ ഇൻ പവർ പോയിന്റ്. ഇവിടെ ഒന്നുകൂടെ ചോദിക്കും ഓപ്പൺ ചെയ്യട്ടെ. യെസ്, ഓപ്പൺ. അപ്പൊ നേരെ നമ്മുടെ പവർ പോയിന്റിലോട്ട് പബ്ലിഷ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചോദിക്കും? നമ്മുടെ പവർ പോയിന്റ് എന്ത് വെച്ചിട്ടാ സൈൻ ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ നോർമൽ പേഴ്സണൽ ആയിരിക്കും. അപ്പൊ എന്ത് പറയും? ഇതിലോട്ട് കൺവേർട്ട് ചെയ്ത് ചോദിക്കും ഓക്കെ.
അപ്പൊ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അത് തന്നെ കൺവേർട്ട് ചെയ്തോളും. നമുക്ക് ആ റിപ്പോർട്ട് ഇവിടെ വർക്കായിട്ട് വരും. കണ്ടോ, ഇവിടെയും കൺട്രോളിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ പവർ ബി സർവീസ് യൂസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും കാര്യങ്ങൾ ചെയ്യാം. കണ്ടോ, ഇപ്പം പെട്ടെന്ന് ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ എനിക്ക് എന്ത് പറയാം, ഞാൻ ഇത് പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ടാണെന്ന് നിങ്ങൾ അവരോട് പറയാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ എന്ത് ചെയ്യാൻ റിമൂവ് ചെയ്തോളി. ഇതിന്റെ സൈസ് വേണമെങ്കിൽ വലുതാക്കി വെക്കുക. ഇനി നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിന്റെ സമയത്ത് എന്തിന്റെ ആവശ്യമില്ല, പവർ ബി സർവീസിന്റെ ആവശ്യമില്ല. ഈ പവർ പോയിന്റ് ഫയൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കി എല്ലാവരും പവർ പോയിന്റിലോട്ട്. സാർ എക്സ്പോർട്ട് ചെയ്തപ്പോ അവിടെ ട്രസ്റ്റ് ദിസ് ആഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിൻഡോ പോലെ വന്നു പിപിറ്റിന്റെ ഉള്ളിൽ. ഏതാ? മൈക്രോസോഫ്റ്റ് പവർ ബി ഐ ട്രസ്റ്റ് ദിസ് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ബോക്സ് പോലെയൊക്കെ വന്നു. ഇങ്ങനെയാണോ വന്നേ? അല്ലല്ല, ഇത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഇൻ പവർ പോയിന്റ് കൊടുത്തു കഴിഞ്ഞ് പിപിറ്റി ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ അകത്താ വന്നത്. ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി സൈൻഡ് ആയിക്കോളും. സ്വിച്ച് ടു വർക്ക് അക്കൗണ്ട് ചോദിക്കുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ആ ട്രസ്റ്റ് ദിസ് ആഡിന് കൊടുത്ത് ഇവിടെ സ്വിച്ച് ടു വർക്ക് അക്കൗണ്ട് ഓക്കെ പാസ് ചെയ്യും. അപ്പൊ അവിടെ ആ സോഹോമയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ പവർ ബി സർവീസ് യൂസ് ചെയ്യാൻ എടുത്തത് അത് വെച്ചിട്ടൊന്ന് കളക്ട് ചെയ്ത് നോക്കട്ടോ. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പാസ്വേഡ് അടിച്ചോ, കുഴപ്പമില്ല. അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് സൈൻ ഇൻ ചെയ്യാം. ആ ഒരു സെയിം സോഹോമയിൽ വെച്ചിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് മാറ്റിയിട്ട് സോഹോമയിൽ അടിക്കും. ഈ ഒരു സമയത്തേക്ക് മാത്രം അത് അപ്ഡേറ്റ് ആവും. അങ്ങനെ റിപ്പോർട്ട് അവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു പവർ പോയിന്റ് ഫലങ്ങൾ എനിക്ക് അയച്ചെന്നാൽ എനിക്ക് ആ റിപ്പോർട്ട് അവിടെ കാണാൻ പറ്റില്ല. ഇതുണ്ടോ, ആ ഒരു സർവീസുമായിട്ട് കണക്ട് ആവുന്ന ഇത് വന്നാല് കാണാൻ പറ്റും. ഓപ്ഷൻ കാണിക്കുന്നില്ല. application for deleted ones. We will send you a question to verify the software. That will be it. പക്ഷെ എനിക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അതിൽ ജസ്റ്റ് അത് സാർ എന്താ മെയിൽ ഇത് ലോഡ് ആവുന്നില്ല സാർ, കുറെ നേരമായിട്ട് അത് തന്നെ നിൽക്കുക. ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി, ഒന്നുകൂടെ ക്ലോസ് ചെയ്ത് ഒന്നുകൂടെ ചെയ്ത് നോക്കിയേ. PPT തന്നെ ക്ലോസ് ചെയ്യാനാണോ? ആ പവർ പോയിന്റ് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയേ. ഓൺലൈൻ ബാക്കിയുള്ളവർക്ക് വർക്ക് ആവുന്നുണ്ടോ? ഹലോ സർ, ബാക്കിയുള്ളവർക്ക് വർക്ക് ആവുന്നുണ്ടോ?
എനിക്കും രുക്മിണിക്ക് വന്ന പോലെ ടേണിനാഡിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കൊടുത്തു. പക്ഷെ എനിക്കത് സൈൻ ഇൻ പറഞ്ഞ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ബ്ലാങ്ക് ആയിട്ടാ നിക്കണേ. ഒന്നുകൂടെ ആ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എനിക്ക് ചെയ്തിട്ട്. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഞാൻ ഒരു വട്ടം കൂടി ട്രൈ ചെയ്തിരുന്നു. അപ്പോഴും സെയിം തന്നെയാ വന്നത്. ഒന്നുകൂടി നോക്കാം. രുക്മിണി എന്താ പറഞ്ഞു? അല്ല ഞാനിപ്പോ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് നോക്കിയപ്പോഴും സൈൻ ഇൻ കൊടുത്തിട്ട് ആ സ്റ്റോറി ടെല്ലിംഗ് ആഡ് ഇൻ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വന്നിങ്ങനെ നിൽക്കാണ്. ഒന്നും ലോഡ് ആവുന്നില്ല, ഒന്നും വരുന്നില്ല. എല്ലാവർക്കോ? ബാക്കി എല്ലാവർക്കും ഓൺലൈൻ ലോഗിൻ ചെയ്തോണ്ടിരിക്കുക സാർ. ഞാൻ മറ്റേ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു, ആഡ് ഇൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലോഗിൻ ചെയ്തപ്പോ ഇമെയിലും പാസ്വേഡും മറന്നിട്ടേ. അപ്പൊ നോക്കിക്കോ. ഇല്ലല്ലോ. സർ എന്റെ സിസ്റ്റത്തിൽ പവർ പോയിന്റ് ഇല്ല, അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ല. ഓക്കെ ഓക്കെ കുഴപ്പമില്ല. പവർ പോയിന്റ് ഒരു പ്രോപ്പർ ലൈസൻസ്ഡ് വേർഷൻ ആണെങ്കിൽ പബ്ലിഷ് ആവും കേട്ടോ, ഇല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ. അത് സ്റ്റക്ക് ആയി നിൽക്കുക സാർ, അത് ലോഡ് ആവുന്നില്ല. ഓക്കെ, പിന്നീട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എന്താ സാർ? പിന്നീട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിക്കോ, കുഴപ്പമില്ല. ഓക്കെ. ഇനി ഇതേ ഫയൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുന്നത്? പവർ ബി സർവീസിനകത്ത്. ഇപ്പൊ ഇവിടത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണം? ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പൊ നേരെ ഫയലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാം? ഡൗൺലോഡ് ദിസ് ഫയൽ. അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണാം എ കോപ്പി ഓഫ് യുവർ റിപ്പോർട്ട് ആൻഡ് ഡാറ്റ. കണ്ടോ? രണ്ടും അവിടെ എന്താവും? ഒരു PBIX ഫയലായിട്ട് അവിടെ ഡൗൺലോഡ് ആക്കാൻ പറ്റും. ഡൗൺലോഡ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനോട് കറക്ഷൻസ് ചെയ്ത് വീണ്ടും പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് ഞാനല്ല ഡെവലപ്പ് ചെയ്ത്, വേറൊരാൾ ഡെവലപ്പ് ചെയ്ത റിപ്പോർട്ട് ആണെങ്കിൽ അതിന്റെ കോപ്പിയിൽ എനിക്ക് എന്ത് ചെയ്യാം? അത് ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫയലിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഡൗൺലോഡ് ദിസ് ഫയൽ. So there was a noted വീണ്ടും എനിക്ക് സൈൻ ഇൻ കൊടുക്കും. ഇവിടെ എനിക്ക് കൊടുക്കേണ്ടത് സോഹോയിലാണ് പേഴ്സണൽ. സോഹോന്റെ സോ പക്ഷേ പേഴ്സണലാണ് ലൈസൻസോ അതുപോലെ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുക. ഞാനിപ്പോ ഇവിടെ ചെയ്യുമ്പോൾ കണ്ടോ, നമ്മൾ ഡയറക്റ്റ് പോയിട്ട് മൊത്തം സൈൻ ചെയ്യേണ്ട, അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് പബ്ലിഷ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ എന്നോട് കണ്ടോ സ്വിച്ച് ടു വർക്ക് അക്കൗണ്ട്. യു ഹാവ് നോട്ടീസ് ദാറ്റ് യു ആർ സൈൻ ഇൻ ടു പവർ പോയിന്റ് വിത്ത് എ നോൺ വർക്ക് അക്കൗണ്ട്. ടു പ്രിവെന്റ് ദിസ് സൈൻ ഇൻ വിൻഡോ ഫ്രം ഷോയിങ് അപ്പ്, സ്വിച്ച് വർക്ക് അക്കൗണ്ട് ആൻഡ് റീസ്റ്റാർട്ട് പവർ പോയിന്റ്. അത് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് കൺവേർട്ട് ആയിക്കോളും. നോക്കിയോട്ടെ. എല്ലാവർക്കും ആ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ അവിടെ കാണുന്നുണ്ടോ? ഡൗൺലോഡിംഗ് ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സാർ. ഓക്കെ. അതന്നെ, ഫയലിന്റെ അകത്ത് ഡൗൺലോഡ് ഫയൽ എന്ന് കാണാൻ പറ്റും. ഓക്കെ. ഇനി അതിന്റെ താഴത്തോട്ട് വരുമ്പോൾ അവിടെ എംബഡ് റിപ്പോർട്ട് എന്ന് കാണാൻ പറ്റും. നമുക്കിപ്പോ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിനെന്ത് ചെയ്യാം? എംബഡ് ചെയ്യാം. അതായത് അതിനൊരു URL ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ എംബഡ് എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബാക്ക് എൻഡിലൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ ഒരു വെബ്സൈറ്റ് ഒക്കെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? എംബഡ് ചെയ്ത ആ ഒരു URL നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും ഫ്രീ യൂസർ ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ലൈസൻസ്ഡ് വേർഷൻ എങ്കിലും മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ അടുത്തത് വരുന്നതും ഇതേപോലെ തന്നെ ജനറേറ്റ് QR കോഡ്. എന്താണ് കണ്ടോ? ആ ഒരു QR അവിടെ ജനറേറ്റ് ആയി. ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ പറ്റും. സാർ ഇപ്പൊ നമ്മള് ഈ റിപ്പോർട്ട് ഒരു പ്രാവശ്യം നമ്മള് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ? അത് ഞാൻ നേരത്തെ കാണിച്ചത്. വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ പബ്ലിഷ് ചെയ്യേണ്ടി വരും.
നേരെ ഷെയറിൽ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ സെയിം വർക്ക് സ്പേസിനെ ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സെയിം വർക്ക് സ്പേസിലോട്ട് ഒന്നുകൂടെ അതിന്റെ മുകളിലോട്ട് ഓവർ റൈറ്റ് ആയിക്കോളും. ഓക്കെ. ഒന്ന് പേരും ചേഞ്ച് ചെയ്യരുത്, വർക്ക് സ്പേസും ചേഞ്ച് ചെയ്യരുത്. ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അത് പുതിയ റിപ്പോർട്ടായിട്ട് മാറും. ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. ഇനി എല്ലാവരും ഇവിടെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ ഒരുപാട് ഐക്കൺസ് കാണാൻ പറ്റും. ഹോം, കോപ്പ് പൈലറ്റ്, ക്രിയേറ്റ്, ബ്രൗസ്, ഫൺലൈക്ക് കാറ്റലോഗ് എന്ന ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കാണാൻ പോകുന്നത് പവർ ബി സർവീസിന്റെ ഏറ്റവും ബേസിക് ഹോം പേജിലോട്ടായിരിക്കും നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ റീസെന്റ് ഒക്കെ കാണാൻ പറ്റും. റീസെന്റ് ആയിട്ട് നമ്മളിപ്പം ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് കാണാൻ പറ്റും, ഏപ്രിൽ റിപ്പോർട്ട്. അതിന്റെ ടൈപ്പ് അവിടെ കണ്ടോ, എന്താ വന്നിരിക്കുന്നത്? റിപ്പോർട്ട്. ഇപ്പോൾ പവർ ബി ഡെസ്ക്ടോപ്പിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ടൈപ്പ് എന്തായിരിക്കും? റിപ്പോർട്ട് ആയിരിക്കും. ആ റിപ്പോർട്ട് പവർ ബി സർവീസിൽ പബ്ലിഷ് ചെയ്ത് പവർ ബി സർവീസിന് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഈ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്താണ് റിപ്പോർട്ട് ഡാഷ്ബോർഡ് എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നോ? റിപ്പോർട്ടും ഡാഷ്ബോർഡും. ഓക്കെ. ഇപ്പോൾ പവർ ബി സർവീസ് ഡെസ്ക്ടോപ്പിൽ എന്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ടൈപ്പ് എപ്പോഴും എന്തായിരിക്കും? റിപ്പോർട്ട് ആയിരിക്കും. ആ റിപ്പോർട്ട് നമ്മൾ പവർ ബി സർവീസിലോട്ട് പബ്ലിഷ് ചെയ്ത് പവർ ബി സർവീസ് ആയിരിക്കും എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഡാഷ്ബോർഡ് എന്നുള്ള കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. നമ്മളിവിടെ പബ്ലിഷ് ചെയ്യുന്ന ടൈപ്പ് എന്താണ്? റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് വേണം എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അവിടെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനേക്കും ബ്രൗസ് യൂസ് ചെയ്യാം? നമ്മൾ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളും ഈസി ആയിട്ട് എടുക്കാനാണ് എന്ത് യൂസ് ചെയ്യാം? ബ്രൗസ് യൂസ് ചെയ്യാം. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാം? വർക്ക് സ്പേസ്. വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ ബി സർവീസിൽ അവൈലബിൾ ആയിരുന്ന വർക്ക് സ്പേസ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? മൈ വർക്ക് സ്പേസ്. അപ്പൊ അതിനോട് സെലക്ട് ചെയ്തു. അപ്പൊ ഒരു വർക്ക് സ്പേസിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കാണാം. അപ്പൊ അവിടെ ഏപ്രിൽ റിപ്പോർട്ട്, ടൈപ്പ് റിപ്പോർട്ടും കാണാം. അതിന്റെ തൊട്ട് താഴെ എന്തും കാണാം? സെമാന്റിക് മോഡൽ. ഇപ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് റിപ്പോർട്ട് മാത്രമല്ല പബ്ലിഷ് ആവുന്നത്, അതിന്റെ കൂടെ ആരും കൂടെ പബ്ലിഷ് ആവുന്നുണ്ട്? നമ്മുടെ ആ ഒരു ഡാറ്റ മോഡൽ കൂടെ പബ്ലിഷ് ആവുന്നുണ്ട്. അതാണ് ഈ ഒരു സെമാന്റിക് മോഡൽ. ആ സെമാന്റിക് മോഡലിന്റെ അവിടെ ഒരു 3 ഐക്കൺസ് കാണാൻ പറ്റും. ഫസ്റ്റ് ഐക്കൺ എന്താ? റീഫ്രഷ് നൗ. സെക്കൻഡ് ഐക്കൺ ഷെഡ്യൂൾ റീഫ്രഷ്. തേർഡ് ഐക്കൺ മോർ ഓപ്ഷൻസ്. എല്ലാവർക്കും ഉണ്ടോ ഈ ഒരു 3 ഫീച്ചേഴ്സ്? അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ടൈപ്പ് ഓഫ് റീഫ്രഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മാനുവൽ, ഷെഡ്യൂൾ, ഇൻക്രിമെന്റ്. അതിൽ ഷെഡ്യൂൾ റീഫ്രഷ് എവിടെ മാത്രമേ ഉണ്ടാവുന്നായിരുന്നു പറഞ്ഞത്? പവർ ബി സർവീസ്. അതാണ് ആ സെന്ററിൽ കാണുന്ന ഷെഡ്യൂൾ റീഫ്രഷിന്റെ കൺസെപ്റ്റ്. അതിന്റെ കൂടെ പവർ ബി സർവീസിൽ ആര് കൂടിയുണ്ട്? മാനുവൽ റീഫ്രഷ് കൂടിയുണ്ട്. അതോടെ കാണാം റീഫ്രഷ് നൗ. റീഫ്രഷ് നൗ മീൻസ് മാനുവൽ റീഫ്രഷും തൊട്ടടുത്തുള്ളത് ഷെഡ്യൂൾ റീഫ്രഷും. പക്ഷെ ഞാനിവിടെ നോർമൽ റീഫ്രഷ് ചെയ്താലും ഇവിടെ റീഫ്രഷ് വർക്ക് ആവില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ റീഫ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വാർണിംഗ് കാണിച്ചു തരും. അതിന്റെ സൈഡിൽ റീഫ്രഷ് ഡേറ്റും ടൈമും കാണിച്ചു തരും. അവിടെ ഒരു വാർണിംഗ് സിമ്പിൾ ആയിരിക്കും വരുന്നുണ്ടാവുക, അല്ലേ? എന്തുകൊണ്ടായിരിക്കും ആ ഒരു വാർണിംഗ് സിമ്പിൾ വരാനുള്ള റീസൺ? നമ്മൾ എന്ത് ചെയ്തു? ഡാറ്റയെ റീഫ്രഷ് ചെയ്തു, പക്ഷെ അതിവിടെ എന്താണ്? റീഫ്രഷ് വർക്ക് ആകുന്നില്ല. എന്താണ്? നമ്മൾ എവിടുന്നാണ് ഡാറ്റ കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ലോക്കൽ ഡാറ്റാ ബേസിൽ. ഞാൻ എവിടുന്ന് ഇപ്പം ഇത് ചെയ്യാൻ നോക്കുന്നത്? റീഫ്രഷ് ചെയ്യാൻ നോക്കുന്നത്? സർവീസിൽ നിന്ന്. സർവീസ് എനിക്ക് എന്ത് ചെയ്യാം? എവിടുന്ന് വേണം ആക്സസ് ചെയ്യാം. അത് എന്റെ സിസ്റ്റം ആക്സസ് ചെയ്യാം, മറ്റൊരാളുടെ സിസ്റ്റം എനിക്ക് അവിടെ ആക്സസ് ചെയ്യാം. പക്ഷെ ഡാറ്റ എവിടെയുള്ളത്? എന്റെ ലോക്കൽ മെഷീനിൽ. അപ്പൊ അത് പവർ ബിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു ക്ലൗഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, എന്ത് ചെയ്യാം? അതിന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ക്ലൗഡിലോട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഈ സർവീസിന് എന്റെ ലോക്കൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ വേണം എന്ത് ചെയ്യാം? എനിക്ക് തന്നെ മൊബൈലിൽ ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്താണ്? റിപ്പോർട്ട് കാണുന്ന മൊബൈലിലും, പക്ഷെ എന്റെ ഡാറ്റ കിടക്കുന്ന എവിടെയാ? എന്റെ ലോക്കൽ ഡാറ്റാ ബേസിലും. ഇപ്പൊ എന്താ പറയുക? നോർമൽ രീതിയിൽ ക്ലിക്ക് ചെയ്താൽ റീഫ്രഷ് വർക്ക് ആവില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടി വരും? നമ്മുടെ ലോക്കൽ, അതായത് ഡാറ്റ സ്റ്റോർ ചെയ്ത ലോക്കൽ മെഷീൻ എന്ത് ചെയ്യണം? ഒരു സെർവർ പോലെ ആക്ട് ചെയ്യിക്കണം. ആർക്കും വേണ്ട സെർവർ പോലെ? പവർ ബി സർവീസിന് വേണ്ട ഒരു സെർവർ പോലെ അതിനെ ആക്ട് ചെയ്യിക്കണം. അപ്പൊ ഇതിന്റെ ഇന്റർമീഡിയറ്റ് എന്ത് വേണം?
ഒരാൾ വർക്ക് ചെയ്യണം. ഇവിടെ ഞാൻ റീഫ്രഷ് കൊടുക്കുമ്പോൾ ആ റീഫ്രഷ് നേരെ എന്ത് ചെയ്യണം, എന്റെ ലോക്കൽ ഡാറ്റാബേസിലോട്ട് മൂവ് ആവണം. ഇന്റർമീഡിയറ്റ് ഒരാൾ വർക്ക് ആവണം. ആ കമ്പോണന്റ് വിളിക്കുന്ന പേരാണ് പവർ ബി ഐ ഗേറ്റ് വേ എന്ന് പറഞ്ഞ കമ്പോണന്റ്. പവർ ബി ഐ ഡാറ്റ ഗേറ്റ് വേ. സ്റ്റാർട്ടിങ്ങിൽ ഡിഫറെന്റ് ടൈപ്പ് കമ്പോണന്റ് പഠിച്ച ഓർമ്മയുണ്ടോ? അതിലൊരു കമ്പോണന്റ് ആണ് ഗേറ്റ് വേ. നമ്മൾ ഈ ലോക്കൽ ഡാറ്റാബേസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ലോക്കൽ ഡാറ്റാബേസ് ഇല്ല സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഗേറ്റ് വേ എന്ന് പറഞ്ഞ കമ്പോണന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ആ സിസ്റ്റം ആർക്ക് വേണ്ട സെർവർ പോലെ ആക്ട് ചെയ്യൂ, ആ ഒരു റെസ്പെക്റ്റീവ് പവർ ബി സർവീസിന് വേണ്ട സെർവർ പോലെയായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത ഗേറ്റ് വേയുടെ കോൺഫിഗറേഷൻ ആരുമായിട്ട് നമ്മൾ കണക്ട് കൂടെ ചെയ്യേണ്ടി വരും, ഈ ഒരു സർവീസുമായിട്ട് കണക്ട് കൂടെ ചെയ്യേണ്ടി വരും. അതിന് ആ മോർ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ താഴത്തോട്ട് വരുമ്പോൾ സെറ്റിങ്സ് കാണാൻ പറ്റും. എല്ലാവർക്കും അവൈലബിൾ ആണ് സെറ്റിങ്സ്. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഗേറ്റ് വേ ആൻഡ് ക്ലൗഡ് കണക്ഷൻസ് ഉണ്ടാവും. ഇവിടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് കൂടെ ചെയ്യണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, റീഫ്രഷ് വർക്ക് ആവും. ഇപ്പോൾ നമ്മൾ ലോക്കൽ ഡാറ്റാബേസിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നെങ്കിൽ ഈ ഒരു ഗേറ്റ് വേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൂടെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ തൽക്കാലം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കണക്ഷൻ ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് അതിന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? നിങ്ങളുടെ കമ്മിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ഗേറ്റ് വേ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു ക്ലൗഡിന്റെ അകത്താണ് ഡാറ്റ ഇരിക്കുന്നെങ്കിൽ അവിടെ ഗേറ്റ് വേയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അത് ഓൾറെഡി എന്താണ്, ഒരു സെർവറിൽ കിടക്കുന്ന ഡാറ്റയാണ്. അപ്പൊ അത് ഈസിലി എന്താണ് സർവീസിന് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്താ, ലോക്കൽ ഡാറ്റാബേസ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൂടുതലും ആരുടെ പർപ്പസിലോട്ട് പോവാം, ഗേറ്റ് വേ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യുക. അപ്പൊ എന്താണ് ഗേറ്റ് വേ എന്നതിന്റെ ഒരു ബേസിക് ഐഡിയ ക്ലിയർ ആയോ? ഓൺലൈൻ ക്ലിയർ ആണ് എന്താണ് ഗേറ്റ് വേ എന്നുള്ളത്? സാർ, ആ കണക്ഷൻ കൊടുക്കുന്ന ഒന്നുകൂടി പറയാൻ പറ്റും സാർ? എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത്, അതെങ്ങനെയാ ഫീച്ചേഴ്സിലോട്ട് എത്താന്നുള്ളതാണോ? ആ യെസ് സാർ. അതായത് എന്റെ സിസ്റ്റത്തില് ഫസ്റ്റ് എന്ത് ചെയ്യാം, ആ ഗേറ്റ് വേയുടെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം സർവീസിൽ വന്നിട്ട് ഇവിടെ എന്ത് കാണാം, സെറ്റിങ്സ്. സെറ്റിങ്സിലോട്ട് വന്നിട്ട് അവിടെ എന്ത് കാണാം, ഗേറ്റ് വേ ആൻഡ് ക്ലൗഡ് കണക്ഷൻസ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. മോസ്റ്റ് ഓഫ് ദ കേസ് അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. നിങ്ങൾ ഗേറ്റ് വേ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഇതുമായിട്ട് കണക്ട് ആയിക്കോളും. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഒന്നും കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇനി അതിന്റെ താഴത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ റീഫ്രഷ് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും. റീഫ്രഷ്, ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ റീഫ്രഷിന്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ ഫസ്റ്റ് അവിടെ ചോദിക്കുന്നതാണ് ടൈം സോൺ. അതായത് നിങ്ങൾ ഏത് ടൈം സോണിനെ ബേസ് ചെയ്തിട്ടാണ് ടൈം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് മൊത്തം ഓഫ് ആയിരിക്കും, ലൈസൻസ്ഡ് വേർഷനിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ടൈം സോൺ ചൂസ് ചെയ്ത് കൊടുക്കാം. അവിടെ എന്ത് ചെയ്യാം, ഇത് ഓൺ ചെയ്യാം. റീഫ്രഷ് ഫ്രീക്വൻസി പാസ് ചെയ്യാം. താഴെ ടൈം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ആഡ് അണ്ടർ ടൈം തൊട്ട് കണ്ടോ, ഒന്നല്ല മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യാം. പ്രോ ആണെങ്കിൽ 8 ഇന്റർവെൽ പാസ് ചെയ്യാം, പ്രീമിയം ആണെങ്കിൽ 48 ഇന്റർവെൽസ് പാസ് ചെയ്യാൻ പറ്റും. അതിന് താഴെ ഒരു ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും, സെൻഡ് റീഫ്രഷ് ഫെയിലിയർ നോട്ടിഫിക്കേഷൻ ടു സെമാൻറ്റിക് മോഡൽ ഓണർ ഓർ ദീസ് കോണ്ടാക്ട്സ്. അത് റീഫ്രഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് മെയിലായിട്ട് വരും. ഡിഫോൾട്ട് ആയിട്ട് പോകുന്ന ആരായിരിക്കും, ആ മോഡലിന്റെ ഓണർക്ക് അതിലോട്ട് പോകും. അതല്ല ഏതെങ്കിലും സ്പെസിഫൈഡ് ആളുടെ മെയിലിലോട്ട് പോകണമെങ്കിൽ ദീസ് കോണ്ടാക്ട് സെലക്ട് ചെയ്തിട്ട് ആ മെയിൽ ഐ ഡി അവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ നമുക്ക് എന്താണെന്ന് അവർ ഇൻഫോം ചെയ്ത് തരും. എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് അവിടെ ചേഞ്ചസ് വരുത്താനും പറ്റും. അത് നമ്മുടെ മൊയിൻ, അത് ആരുടെയാണോ പവർ ബി സർവീസ് അത് അതിലോട്ടാ പോവുക. അത് ആരാണ് ഡാറ്റ ലോഡ് ചെയ്ത് ആളാണ് ഓണർ എന്ന് പറയുന്നത്. അത് മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ എന്ത് ചെയ്യും, ദീസ് കോണ്ടാക്ട് കൊടുത്തിട്ട് ആ ഒരു സ്പെസിഫിക് ആളുടെ മെയിൽ ഐ ഡി പാസ് ചെയ്യും. അപ്പൊ എപ്പോഴെങ്കിലും ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് നടക്കുന്ന സമയത്ത് വല്ല ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നോട്ടിഫിക്കേഷൻ പോവും. അവർക്ക് എന്ത് ചെയ്യാൻ സമയത്ത് തന്നെ അതിൽ വന്നിട്ട് ചേഞ്ചസും കാര്യങ്ങളും വരുത്താനും പറ്റും. അത് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫെയിലിയർ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ, റീഫ്രഷ് നടക്കുന്നില്ലെങ്കിൽ എന്താവും, ഫെയിലിയർ ഒന്നും ഉണ്ടാവില്ല. റീഫ്രഷ് വർക്കാകുമ്പോഴായിരിക്കും എന്ത് ചെയ്യാം,
ഡാറ്റ പ്രോപ്പർ റീഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ, കോളത്തിന്റെ പേര് മാറിക്കഴിഞ്ഞാൽ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നു. അതിനാണ് ആ ഒരു ഫീച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്കിപ്പോൾ കാണാമെന്നല്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതൊക്കെ ലൈസൻസ്ഡ് വെർഷനിലോട്ടൊക്കെ പോയി ക്ലൗഡ് കണക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ജസ്റ്റ് ആ ഒരു സെറ്റിംഗ്സ് അവിടെ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കണ്ടത് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ ക്ലിയർ ആണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? യെസ് സർ, ക്ലിയർ. യെസ് സർ. ഞാൻ വീണ്ടും തിരിച്ച് വർക്ക് സ്പേസിൽ മൈ വർക്ക് സ്പേസിനെ ചൂസ് ചെയ്തു. അതിൽ ഞാൻ ഏപ്രിൽ റിപ്പോർട്ടിലോട്ട് വന്നു. ഇനി എന്ത് ചെയ്യണം? ഈ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് അവിടെ എന്ത് ചെയ്യണം? ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യണം. അവിടെ ഇപ്പൊ എന്ത് മാത്രമേ ആയുള്ളൂ? റിപ്പോർട്ടേ ആയുള്ളൂ. എനിക്കിപ്പോ ഈ റിപ്പോർട്ടിലെ കുറച്ച് വിഷ്വൽസിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യണം. എന്ത് ചെയ്തു? നേരെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്തു. പിന്നെ ഡാഷ്ബോർഡിന്റെ അകത്ത് ഒരു റിപ്പോർട്ടിനുള്ള വിഷ്വൽസ് മാത്രമല്ല കേട്ടോ, മൾട്ടിപ്പിൾ റിപ്പോർട്ടിനുള്ള വിഷ്വൽസ് നമുക്ക് എവിടെ ആഡ് ചെയ്യാം? ഒരു ഡാഷ്ബോർഡിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഡാഷ്ബോർഡിലെ വിഷ്വൽസ് എല്ലാം ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാവണമെന്നൊന്നുമില്ല. മൾട്ടിപ്പിൾ റിപ്പോർട്ടിനുള്ള വിഷ്വൽസ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ വിഷ്വൽസിനെ പിൻ ചെയ്തിട്ടാണ് നമ്മൾ എങ്ങോട്ട് മാറ്റുക? ഡാഷ്ബോർഡിലോട്ട് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഏത് വിഷ്വലിനെയാണോ ഡാഷ്ബോർഡിലോട്ട് ആഡ് ചെയ്യുന്നത്, ആ വിഷ്വലിന് മുകളിൽ മൗസ് പോയിന്റർ എടുക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും പിൻ വിഷ്വൽ. അത് ക്ലിക്ക് ചെയ്താൽ വരും കണ്ടോ, പിൻ ടു ഡാഷ്ബോർഡ്. ഇവിടെ ചോദിക്കും വേർ വുഡ് യു ലൈക്ക് ടു പിൻ ടു, എക്സിസ്റ്റിംഗ് ഓർ ന്യൂ എന്ന് സെലക്ട് ചെയ്തു. ന്യൂ ചൂസ് ചെയ്തു. ഇവിടെ ഡാഷ്ബോർഡിന്റെ പേര് 25 ഏപ്രിൽ എന്ന് പാസ് ചെയ്തു. ഇവിടെ എന്ത് പാസ് ചെയ്തു? പിൻ. അപ്പൊ പുതിയൊരു ഡാഷ്ബോർഡ് അവിടെ ക്രിയേറ്റ് ആവും. ഡാഷ്ബോർഡിന്റെ പേരായിരിക്കും 25 ഏപ്രിൽ. അപ്പൊ അതിലോട്ട് എന്തായി? ആ ഒരു വിഷ്വല് പിൻ ചെയ്ത് പോയി. ഇനി ഈ ഒരു ലൈൻ ചാർട്ട് ഇതുപോലെ പിൻ ചെയ്യണം. എന്ത് ചെയ്യാം? ലൈൻ ചാർട്ടിന് മുകളിൽ മൗസ് പോയിന്റർ ഇപ്പോൾ അവിടെ എന്ത് കാണാൻ പറ്റും? പിൻ വിഷ്വൽ. വീണ്ടും ചോദിക്കും എങ്ങോട്ടാണ് പിൻ ചെയ്യേണ്ടത്. ഇനി എങ്ങോട്ടാണ് പിൻ ചെയ്യേണ്ടത്? ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത എക്സിസ്റ്റിംഗ് ഡാഷ്ബോർഡ് ഏതാണ്? 25 ഏപ്രിൽ. അതിലോട്ട് പിൻ ചെയ്യും. ഇതുപോലെ ഈ ഒരു പൈ ചാർട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സോറി, ഈ ഒരു ഡൗൺ ചാർട്ട് വേണമെങ്കിൽ അതും പിൻ ചൂസ് ചെയ്യാം. ഏതായിരിക്കും? 25 ഏപ്രിൽ. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് കുറച്ച് വിഷ്വൽസ് ഒക്കെ പിൻ ചെയ്ത് വെച്ച് ചെയ്യുന്ന സ്റ്റെപ്സ് ക്ലിയർ ആയില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ?
ഇങ്ങനെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? Yes, sir. ഓക്കെ. യെസ് സർ. അപ്പൊ എന്ത് ചെയ്യണം? ഇനി നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഡാഷ്ബോർഡ് കാണാൻ പറ്റണം. നേരെ വീണ്ടും അങ്ങോട്ട് നേരെ വരുമോ? വർക്ക് സ്പേസ്, മൈ വർക്ക് സ്പേസ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡാഷ്ബോർഡ് അവിടെ കാണാൻ പറ്റും. 3 ആൾക്കാർ ഇപ്പോൾ അവിടെ ഉണ്ടാവും. റിപ്പോർട്ട് ഉണ്ടാവും, ഡാഷ്ബോർഡും ഉണ്ടാവും, സെമാന്റിക് മോഡലും ഉണ്ടാവും. 3 കാണാൻ പറ്റുന്നില്ലേ? അല്ല, ഡാഷ്ബോർഡിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഡാഷ്ബോർഡിന്റെ കൺസെപ്റ്റ്. ഒരേ വർക്ക് സ്പേസിൽ മൾട്ടിപ്പിൾ റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിഷ്വൽസ് വെച്ചിട്ട് ഒരു സിംഗിൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാഷ്ബോർഡിലെ വിഷ്വൽസ് ഒക്കെ എന്തായിരിക്കും? ഒരു ടൈല് ഫോർമാറ്റ് ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. റിപ്പോർട്ട് ചെയ്യുന്ന അത്രയും കസ്റ്റമൈസേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഡാഷ്ബോർഡിന്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? ഓൺലൈൻ എല്ലാവർക്കും ആ ഡാഷ്ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ ചെയ്ത്? യെസ് സർ. യെസ് സർ. ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിൽ നിന്ന് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഇനി ആ ഡാഷ്ബോർഡിൽ ആ ഒരു വിഷ്വൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് റിപ്പോർട്ടാണുള്ളത് ആ റിപ്പോർട്ടിൽ നമ്മൾ ഡയറക്ട്ലി നാവിഗേറ്റ് ആവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു കോളം ചാർട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് എങ്ങോട്ട് ഓപ്പൺ ചെയ്യും? ആ കോളം ചാർട്ടിൽ റിപ്പോർട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ ഉണ്ടാവും? റിപ്പോർട്ടിൽ മാത്രമേ ഉണ്ടാവൂ. ആ ഒരു വിഷ്വൽ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ നേരെ ആ റിപ്പോർട്ടിലോട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞ ഇത്രയും കാര്യങ്ങൾ Yes, sir.
ഓക്കെ. അപ്പൊ പവർ ബിയുടെ നമ്മളിവിടെ എടുക്കുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇനി എക്സ്ട്രാ ഒന്നും ഇവിടെ എടുക്കാനില്ല കേട്ടോ. ഇവിടെ ഫ്രീ യൂസർ ആയതുകൊണ്ട് നമുക്ക് ഇത്ര കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അതോടുകൂടി എന്തായി, പവർ ബിയുടെ സെഷൻസ് കംപ്ലീറ്റ് ആയി. ടോട്ടല് എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു? പൈത്തൺ, SQL, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്. ഏതൊക്കെ കംപ്ലീറ്റ് ആയി? പൈത്തൺ ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലും പൈത്തൺ, SQL, മെഷീൻ ലേണിംഗ്, പവർ ബി 4 കംപ്ലീറ്റ് ആയി. ഇനി ഡീപ്പ് ലേണിംഗ് ഓൺ ഗോയിങ്. അതും ഒരടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതും കംപ്ലീറ്റ് ആവും. ഏതാ? പിന്നെ ക്ലൗഡ്, AWS. AWSും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ഒക്കെ കുറെയൊക്കെ നമ്മൾ അതിൽ എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലേ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ കോഴ്സിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ പവർ ബി സെഷൻ കംപ്ലീറ്റ് ആയി. എന്ത് ചെയ്യാം? ഇനി എല്ലാവരും പ്രൊജക്ട് ചെയ്യാം. സെഷൻസ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ പഠിപ്പിച്ചു തന്നു, ഇനിയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം? ഡെയിലി ഈ ഒരു ടൈം ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ടൈം എന്ത് ചെയ്യരുത്? ഫ്രീ ആയ യൂണിവേഴ്സിറ്റി വേറെ അതിന് യൂസ് ചെയ്യരുത്. ഈ ടൈം എപ്പോഴും നിങ്ങൾ വിചാരിച്ച ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന അത്രയും കാലം വരെ ഈ ടൈമിൽ എന്തോ ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്താലേ വല്ലതും നേടാൻ പറ്റും കേട്ടോ. ഇപ്പൊ നാളെ തൊട്ടൊന്നും എന്താവും? ഇനി രാവിലെ ക്ലാസ് ഇല്ല, എന്നാൽ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് എണീക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. എല്ലാവർക്കും ഇതുവരെയുള്ള സെഷൻസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിരുന്നോ? ഓൺലൈൻ, ഓഫ്ലൈൻ? ഓൺലൈൻ ക്ലിയർ ആയിരുന്നു Yes, sir. എല്ലാവർക്കും? Yes, sir. Clear answer. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? നല്ല പ്രൊജക്ട് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക, ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാം. ഒരു ഇന്റർവ്യൂവിന് പോയാൽ ആ ഇന്റർവ്യൂ ജോലി വാങ്ങിയിട്ട് വരാനുള്ള ഒരു ഇതോടുകൂടെ ഇന്റർവ്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. അത് ഒറ്റ ഇന്റർവ്യൂ ഉള്ളൂ, അതിൽ തന്നെ ജോലി വാങ്ങുന്നതിനൊരു ഉറപ്പോടുകൂടെ ഇന്റർവ്യൂവിനെ കണ്ടിട്ട് പോവാം. പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. അല്ലാതെ അറിയാൻ വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ലിങ്ക്ഡിലൊക്കെ വല്ലപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ നമ്പറല്ലേ, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. എടുക്കാൻ പറഞ്ഞിട്ട് വിട്ടുപോയ ടോപ്പിക് ഒന്നുമില്ലല്ലോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ, ഓഫ്ലൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. എന്താ എന്താ താഴെ കിട്ട? മൊബൈലോ, ഫോണോ, ലാപ്ടോപ്പോ, മൗസോ? ഓക്കെ. ഞാൻ വിചാരിച്ചില്ല ഒരു ലാപ്ടോപ്പ് ഒക്കെ ഇനി ചാടിക്കളയലായി, എന്താ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും ഇതുവരെയുള്ള സെഷൻസ് എല്ലാം ഓക്കെ ആയിരുന്നില്ലേ? എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ വല്ലതും ഉണ്ടോ? മീൻസ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായേനെ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ലേ? അല്ലാതെ ബാക്കിയുള്ള ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് അത് നല്ലതായിരിക്കും. ഒന്നും തോന്നുന്നില്ലേ? ഓൺലൈൻ, ഓഫ്ലൈൻ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. ആർക്കൊന്നുമില്ലല്ലോ? നമുക്ക് ആലോചിച്ചോ, സമയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ആലോചിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ എടുത്തതില് വൺ ഓഫ് ദ ബെസ്റ്റ് ബാച്ച് ആയിരുന്നു നിങ്ങളുടേത്. സ്റ്റാർട്ടിങ് തൊട്ട് ഒരു 3/4 വരെ, അത് ഞാൻ അങ്ങനെ തന്നെ പറയൂ, വരെ. അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഈ ബാച്ചിന്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതുവരെ നല്ല ബാച്ച് ആയിരുന്നു. ഞാൻ പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെ ഞാൻ പറയും ആ സമയം വരെ. ഇപ്പൊ ഞാനത് അത്രത്തോളം എടുത്ത് പറയില്ല, ബെസ്റ്റ് എന്ന് ഞാൻ പറയും, വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല ഞാൻ പറയില്ല. അങ്ങനെ എനിക്കുള്ള ബാച്ചസ് വളരെ ചുരുക്കിയേ ഉള്ളൂ. 2-2.5 വർഷമായിട്ട് ഞാൻ എടുക്കാൻ തുടങ്ങിയതിൽ എന്റെ 2 കൈവിരൽ എണ്ണാവുന്ന ബാച്ച് ഞാൻ അതിൽ ഉള്ളൂ. അതും ഒരു കൈ ഇപ്പൊ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ, അടുത്ത കൈയോട്ട് ഇപ്പൊ കയറിയിട്ടേ ഉള്ളൂ എണ്ണാൻ. അത് എണ്ണാൻ തുടങ്ങാൻ ഇരിക്കുമ്പോഴേക്കും അത് സ്റ്റോപ്പായി. അപ്പൊ ഏകദേശം അത്ര ഞാൻ ഊഹിച്ചൂടെ? അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് അത്രയും കണക്റ്റഡ് ആയിട്ടും അത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉള്ളതും നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാളും
കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർ. അങ്ങനെയാണ് ഞാനത് പറഞ്ഞത്. ബാക്കിയൊന്നും മോശമെന്നല്ല, ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ ഇതാണ്. ബാക്കിയുള്ളതും ഇതിനൊക്കെ ബെസ്റ്റ് എബോവ് ബെസ്റ്റിലെ വെച്ചത്, ബാക്കിയെല്ലാം ബെസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ. നിങ്ങൾ അവിടെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് പോയി അതിന്റെ താഴത്തോട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഓൺലൈനിൽ ഇരിക്കുന്നവരായാലും ഓഫ്ലൈനിൽ ഇരിക്കുന്നവരായാലും. അത് കൂടുതലും ഓഫ്ലൈനിലാണ് പറ്റിപ്പോയത് പ്രശ്നം. ഓൺലൈൻ പിന്നെയും സ്റ്റേബിൾ ആണ്, ഓഫ്ലൈനിലാണ് എന്തൊക്കെയോ സംഭവിച്ചു പോയത് അവസാന സമയങ്ങളിൽ. അത് നിങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്തോളൂ. ക്ലാസ് ഒക്കെ കഴിയാറായി. വേണമെങ്കിൽ തിരിച്ചെന്ത് ചെയ്യാം, പഴയ പേര് തിരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ പേര് ഒന്നുകൂടെ എന്ത് ചെയ്യാം, താഴത്തോട്ട് കൊണ്ടുവരാം. ആ പ്ലേസ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ചടിക്കാതെ കേട്ടോ. അത് 100% പ്ലേസ്മെന്റ് നേടിയ ബാച്ച് എന്ന് പറയാൻ പറ്റണം. 2025 ഏപ്രിൽ ബാച്ച് 100% പ്ലേസ്ഡ് ആണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലോട്ട് എല്ലാവരും കാര്യങ്ങൾ മാറ്റിയെടുക്കുക. 100% ഒരിക്കലും പോസിബിൾ അല്ല. ക്ലാസ്സിൽ ഇപ്പോഴും വരുന്ന ആൾക്കാരെങ്കിലും പ്ലേസ്ഡ് ആയി നമുക്ക് എന്ത് പറയാം, അപ്രോക്സിമേറ്റ്ലി 100% പറയാം. അല്ലാതെ ഇതുവരെ ക്ലാസ്സിൽ വരാത്ത ഒരാളെ പ്ലേസ്ഡ് ആകാൻ നോക്കി സംഭവിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ നിങ്ങൾ ഇവിടുന്ന് വരുന്ന മാത്രം പ്ലേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് വരുന്നുണ്ടാവും. നിങ്ങളുടെ ബാച്ചിന് മാത്രമായിരിക്കും ഒരു പ്ലേസ്മെന്റ് വന്നാൽ അത് നിങ്ങളുടെ ബാച്ചിന് മാത്രമായിരിക്കില്ല. ഒരുപാട് ബാച്ചസിലോട്ട് പോകും, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫായിട്ടും കുറച്ച് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. അവിടെ എന്താവും, കുറച്ചുകൂടെ കോമ്പറ്റീഷൻ, എന്തായാലും കോമ്പറ്റീഷൻ ഉണ്ടാവും, പക്ഷെ കുറച്ചുകൂടെ ഒന്നുണ്ടാവും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇവിടെ നിലവിലും അറ്റൻഡ് ചെയ്യണമെന്നും പറയുന്നില്ല. അതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. നിങ്ങളും കുറെ എന്ത് ചെയ്യുക, സെൽഫായിട്ട് റിസർച്ച് ചെയ്ത് ഇറങ്ങുക. ചിലപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന അതേ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ അവിടുന്നും പുറത്തും കാണാനും പറ്റും. രണ്ടും ഉണ്ടാവും. അപ്പൊ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ലിങ്ക്ഡിനിലൊക്കെ ഒരുപാട് ഓപ്പണിങ്സ് കാണുന്നുണ്ട്. ഓപ്പണിംഗ് കാണുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. അതിന് വേണ്ട റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇന്റർവ്യൂ കോൾ വന്നാൽ ഇത് എൻ്റെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു കമ്പനി ആണെന്നുള്ള രൂപത്തിൽ ഇന്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് ഈ കരിയർ ഗ്യാപ്പിലവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവേ വരാൻ പോകുന്നുണ്ട് കമ്പയർ ടു ഫ്രഷേഴ്സ്. ഇപ്പൊ ഫ്രഷേഴ്സിന് ഒരു 10 വരുന്നുണ്ടെങ്കിൽ ഈ കരിയർ ഗ്യാപ്പിലവർക്ക് അതിലൊരു 3-4 യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് 10 നിങ്ങൾക്ക് അതിന്റെ ഒരു ജസ്റ്റ് 30 അല്ലെങ്കിൽ 40% നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ബാച്ചിൽ ഒരുപാട് നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടുകാരും ഉണ്ട്. ഓഫ്ലൈനിൽ ഇരിക്കുന്ന എല്ലോ തന്നെയല്ലേ, നോൺ ഐ ടി തന്നെയല്ലേ. അപ്പൊ അവർക്കും ഇതുപോലെ ഇഷ്യൂസ് അവിടെ ഉണ്ടാവും. വലിയ വലിയ MNC-ലോട്ടൊക്കെ നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇഷ്യൂസ് അവിടെ ഫേസ് ചെയ്യും. അപ്പൊ അതില്ലാത്ത കുറച്ച് ഓപ്പണിങ്സ് വരും. അപ്പൊ അത് മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധത്തിൽ ചെയ്യാം. ഇപ്പൊ CS ബാക്ക്ഗ്രൗണ്ടിലൂടെ എനിക്ക് അതിനെ പറയാനുള്ളൂ. ഒരുപാട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും കയറി പോന്നു കഴിഞ്ഞാൽ അവസരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചില കമ്പനീസ് ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് അത് ഫെയിൽ ആയാൽ ചിലപ്പോൾ അടുത്ത 6 മാസം എന്തായിരിക്കും, വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. പിന്നെ അടുത്തൊരു ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടുത്ത 6 മാസം പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കമ്പനിയുടെ പരിസരത്ത് പോലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. MNCസിനൊക്കെ അവർ ആ ഒരു ഇതിട്ട് കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ ഇന്റർവ്യൂവിനും എന്താവും, ഒരേ ആൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് അങ്ങനെ എടുത്തെടുത്ത് ഭ്രാന്ത് പിടിക്കേണ്ട അവസ്ഥയിലല്ലോ. ഒരു ഇന്റർവ്യൂവിന് ഫെയിൽ ആയ ആളെ ചിലപ്പോൾ അടുത്തൊരു വർഷത്തേക്ക് പിന്നെ അടുത്ത ഇന്റർവ്യൂവിന്റെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല. ഒരുപാട് കമ്പനീസ് ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടും മാത്രം എന്ത് ചെയ്യാം, ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ആ ഒരു പഴയ പേര് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോഴും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നല്ല രീതിയിൽ പേര് താഴത്തോട്ട് പോയിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഏപ്രിൽ ബാച്ച് ആദ്യം അടിപൊളിയായിരുന്നു, പക്ഷെ ഇപ്പൊ അടിപൊളിയൊന്നുമല്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. സത്യം പോലെ പറയുന്നതല്ല കുറച്ചുകൂടെ നല്ലത്. അത് എന്റെ മാത്രം അഭിപ്രായമല്ല, ഓവറോൾ ആ ഒരു അഭിപ്രായം വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് മാക്സിമം അത് മാറ്റാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഉറപ്പുണ്ടായിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളൂടെ ട്രൈ ചെയ്യണ്ടേ. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ നിന്ന് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ, ഡൗൺ ആയില്ലേ കുറച്ചൊക്കെ? എവിടെ ഡൗൺ ആയിപ്പോയത് എങ്ങനെയാ?
സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരുടെ അറ്റൻഡൻസ് കൺസിസ്റ്റന്റ് ആയിരുന്നു. ഓഫ്ലൈൻ വരുന്ന എല്ലാവരും കറക്റ്റ് വരും, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ എവിടെ വെച്ചിട്ട് മൊത്തം താളം തെറ്റി. ഓഫ്ലൈൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, ഇൻഫോം ചെയ്തത് പോയി, ചെയ്തു വരാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതായി, ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറയാതെയായി, മൊത്തത്തിൽ അവിടുന്ന് ഇങ്ങനെ മൊത്തം കൈവിടാൻ തുടങ്ങിയിട്ടുള്ളത്. ഓൺലൈൻ പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓൺലൈൻ പിന്നെ കുറെ ആൾക്കാർ എനിക്ക് അത്രത്തോളം അറിയില്ല. ഫസ്റ്റ് തിങ് എല്ലാവരുടെ പേരും കാര്യങ്ങളും കണ്ടിട്ടേ ഉള്ളൂ. എന്തായാലും ശനിയാഴ്ച എക്സാമിന് എല്ലാവരും വരുമല്ലോ, അന്ന് എല്ലാവരും കാണാം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കും കേട്ടോ. എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ റൂമിനകത്ത് തന്നെ ശനിയാഴ്ച ഉണ്ടാവും. അന്ന് കാണാം കേട്ടോ. ഇന്റർവ്യൂവിന് ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ശനിയാഴ്ച ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഇന്റർവ്യൂവിനോ മെഷീൻ ടെസ്റ്റിനോ എന്തിനെങ്കിലും ആയിട്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അന്ന് എല്ലാവരെയും കാണാം കേട്ടോ. ഓൺലൈൻ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ വരില്ലേ ഓൺലൈൻ? യെസ് സർ, സർ എല്ലാവരും ഉണ്ട് സർ. എന്താ? ഞാൻ 15th ആയിരിക്കില്ല സർ എക്സാം എഴുതുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത അറ്റംപ്റ്റിലാണോ, നെക്സ്റ്റ് അറ്റംപ്റ്റ് ആണോ? എനിക്ക് 15th കമ്പനിയുടെ ഒരു എക്സാം ഉണ്ട്, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവരോ? എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഈ ശനിയാഴ്ച നടക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഞാൻ അങ്ങനെ പറയൂ. പിന്നെ ഈ ഒരു എക്സാമിന് എന്ത് സംഭവിച്ചാലും അത് ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ചിലപ്പോൾ അന്നത്തെ ഇന്റർവ്യൂ അട്ടർ ഫ്ലോപ്പ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ അന്നത്തെ മെഷീൻ ടെസ്റ്റ് ഫെയിൽ ആവും, അന്നത്തെ HR റൗണ്ട് ഫെയിൽ ആവും, ചിലപ്പോൾ അന്നത്തെ എല്ലാ റൗണ്ടും ഫെയിൽ ആവും. ഒരു രസമല്ലേ ഫെയിൽ ആവും എന്നൊക്കെ പറഞ്ഞത്? അല്ലേ? ഇതുവരെ ഫെയിൽ ആയിട്ടില്ല എക്സാമിനൊന്നും? ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ സങ്കടം വന്ന് കാര്യമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അതിൻ്റെ ഇടയിൽ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കുറച്ചു പേര് ചിലപ്പോൾ ബോധം കെട്ട് വീഴുന്നുണ്ടാവും, കണ്ണൊക്കെ വെള്ളം ഒലിച്ച് പോകുന്നുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ടാവില്ല കേട്ടോ. അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയാൻ പറ്റാത്തപ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു തവണ വരാൻ പറ്റും, ഒരു തവണ നിങ്ങൾ വരണം, അത്രേ പറയും. വന്നു കഴിഞ്ഞാൽ അതിന്റെ വില മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വന്നവർക്ക് അതിന്റെ വില മനസ്സിലാവും. പിന്നെ അവരത് വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അന്ന് വരുമ്പോൾ പ്രോപ്പർ എത്ര മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ടൈം അപ്ഡേറ്റ് ആയോ? ഓക്കെ, ഇപ്പൊ 9:30 ആണ് ടൈം എങ്കിൽ ഒരു 9 o'clock ഇവിടെ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച്. ഇപ്പൊ 9 ആണ് പറഞ്ഞാൽ ഒരു 8:30 എത്താൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോഴേ റെസ്യൂംസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് ഹാർഡ് കോപ്പി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നും അന്നത്തേക്ക് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഒന്നും മാറ്റി വെക്കരുത്. ഇൻ കേസ് നിങ്ങൾ വരാൻ എന്തെങ്കിലും ലേറ്റ് ആവുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന് ആ സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ നടന്നിട്ട് വരാൻ ദൂരേ ഉള്ളൂ. പക്ഷെ ഓൺലൈനിൽ ദൂരത്ത് നിന്ന് വരുന്നവരാണ് ഞാൻ പറയുന്നത്, പ്രോപ്പറായിട്ട് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് വരുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു 90-95% ഓഫ് എക്സാമിന് റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ ബാച്ചിൽ നിന്നും അതുണ്ടാവില്ലേ, എഴുതുന്നതിൽ ഒരു 90-95% പാസ്സാകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ആയിരിക്കില്ലേ? പ്രതീക്ഷകളൊന്നും വെക്കാറില്ല, എന്നാലും ജസ്റ്റ് ഞാൻ ചോദിച്ചതാണ്. ഉണ്ടാവുമോ? എല്ലാവരും പാസ്സാവോ? ഓൺലൈൻ എല്ലാവരും പാസ്സാവോ? ബാക്കിയുള്ളവരോ? എത്ര പേർക്ക് ഫെയിൽ ആവുന്നില്ല അത്ര ഉറപ്പുണ്ട് ഞാൻ ഫെയിൽ ആവുന്നില്ല വന്നു കഴിഞ്ഞാല്? അതൊന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടോ? ഞാൻ എഴുതിയാലും ഫെയിൽ ആയി പോകുന്ന ഇത്ര ആർക്കും തോന്നുന്നുണ്ടോ? ചെറുതായിട്ടുണ്ടോ? ഇവിടെ ഏത് റൗണ്ടിലെ ഫെയിൽ ആവാം? ഫേസ് ടു ഫേസ് ടെക്നിക്കലും പിന്നെയോ പിന്നെയോ സോബിൻ ഫെയിൽ ആവുമോ? ചാൻസ് കുറച്ച് പേടിയുണ്ട്. എങ്ങനെ? ഓക്കെ, പിന്നെന്താ HR റൗണ്ടിനാണോ പറഞ്ഞത് അടുത്തത്?
ഏറ്റവും ചിരിച്ച് കളിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന റൗണ്ടാണ് HR റൗണ്ട് കേട്ടോ. സീരിയസ്ലി, അത് ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഇല്ല, ഒന്നുമില്ല. രണ്ടാൾക്കാർ തമ്മിൽ വെറുതെ എന്ത് ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അതാണ് HR റൗണ്ട്. അതിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു നോർമൽ പേഴ്സൺ ആയിട്ട് അവിടെ കയറുന്നു, മുമ്പിൽ ഒരാൾ ഇരിക്കുന്നു, അവർ നിങ്ങളോട് എന്തൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു ആൻസർ കൊടുക്കുന്നു. അത്രയുള്ള അവിടെ കാര്യം. ഉം. പിന്നെയും ടെക്നിക്കൽ ഫേസ് ടു ഫേസ് ആണ്, പിന്നെയും ഒന്ന് വിചാരിക്കാം എന്താണ് ആളെന്താ ചോദിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. ആള് റൂഡാണോ, ആള് സോഫ്റ്റ് ആണോ, ആള് ചിരിക്കോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ടെൻഷൻ. HR റൗണ്ടിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏറ്റവും കൂളായിട്ടുള്ള റൗണ്ട് ആയിരിക്കും HR. അതിനേക്കാളും കൂളായിട്ടുള്ള റൗണ്ട് ആയിരിക്കും ആക്ച്വലി ടെക്നിക്കലി. ഇപ്പൊ ഞാനൊക്കെ ഒരാൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ മാക്സിമം, ഇപ്പൊ ഞാൻ ഒരു ക്ലാസിന്റെ അകത്തോട്ട് കയറുമ്പോഴും അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെക്ഷനിൽ കയറുമ്പോഴും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക ചിരിച്ചുകൊണ്ട് കയറാൻ, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ എടുക്കാൻ ഞാൻ ട്രൈ ചെയ്യുക. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്നോട് എന്ത് പറയുന്നറിയോ, നമ്മളോട് ചിരിക്കണ്ട, നമ്മളോട് കുറച്ചുകൂടെ റൂഡായിട്ട് സംസാരിച്ചാൽ മതി, എന്നാലും നമ്മൾ നന്നാവും. ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അവർ തിരിച്ചു കാണിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമോ? ഇല്ല. ആ ഒരു മൂഡ് എന്താവും, സ്പോയിലാവും നമ്മുടെ കയ്യിൽ നിന്ന്. ഇവിടെ ഇന്റർവ്യൂവിലും അങ്ങനെ തന്നെയാണ്. ആള് ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ ആളുടെ മുഖമൊക്കെ ഇങ്ങനെ ചോന്ന്, ഇങ്ങനെ വരച്ച്, കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് വരും. അപ്പൊ തന്നെ എന്റെ പകുതി മുക്കാലും ഞാൻ അവിടെ ടെൻസ്ഡ് ആവും. ആളുടെ കളി കൊണ്ട് ടെൻസ്ഡ് ആവുന്നത് ഞാനായിരിക്കും. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ഓപ്പോസിറ്റ് ഇന്റർവ്യൂ പേടിപ്പിക്കുക വന്നിട്ട്, വെറുതെ വന്നിട്ട് ആള് നിങ്ങൾ എത്രത്തോളം കാം ആൻഡ് കൂളായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, വെറുതെ പോയിട്ട് ആളിങ്ങനെ ഇതാക്കി വെക്കും, ടെൻസ്ഡ് ആക്കി വെക്കും. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും ഒന്നും ചോദിക്കാറില്ല. ഞാൻ ചോദിച്ചിട്ട് ആൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടമാവുക. ഞാൻ പരമാവധി അവരോട് എന്തെങ്കിലും ചോദിച്ചിട്ട് പോയിക്കോന്നാ പറയും. അതുകൊണ്ട് അങ്ങനെ മേ ബി ഉണ്ടാകാം. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൻസർ പറയേണ്ടത് നിങ്ങളല്ലേ. ഞാനാകാം, പ്രതീക്ഷ മാം ആകാം, ജാസ്മിൻ മാം ആകാം, സാബിർ സാർ ആകാം, ആര് വേണമെങ്കിലും ആകാം. സാബിർ സാറിനൊക്കെ അറിയോ? ഉം? കണ്ടുണ്ടോ? ഏത് എക്സാം വന്നിട്ടുണ്ടായിരുന്നു? എന്തിന്? എന്താ റിവ്യൂ എന്താ പറഞ്ഞേ? ഓക്കെ, നല്ല സാറാണ് കേട്ടോ. ചിലപ്പോ സാറുണ്ടാവുമായിരിക്കും. ഞാൻ എന്നെയൊക്കെ പഠിപ്പിച്ച സാറാണ്. ഓക്കെ. അതുകൊണ്ട് എക്സാമിന് എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ മാക്സിമം പുറത്തു കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യാം. അത് അന്നത്തെ ദിവസത്തെ ഒരു മോശാവസ്ഥ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടേക്ക് കിട്ടും. ഓക്കെ. ഡ്രസ് കോഡ് ഡ്രസ് കോഡ് ഉണ്ട്. ഫോർമൽ മീൻസ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ വരണം എന്നുള്ളൊരു പ്രോട്ടോകോള് എല്ലാവർക്കും അറിയില്ലേ? ആ രൂപത്തിൽ വരും, അത്രയല്ലേ. ഇതൊരു കല്യാണത്തിന് പോകുന്ന രൂപത്തിൽ ഇങ്ങോട്ട് വരരുത്, ഒരു പാർട്ടിക്ക് പോകുന്ന രൂപത്തിൽ ഇങ്ങോട്ട് വരരുത്. ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ബോധത്തിൽ ഇങ്ങോട്ട് വരണം, അത്ര ഞാൻ പറയുന്നു. ഓക്കെ. അപ്പോൾ മീറ്റിംഗ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ജോലിയും കരിയറൊക്കെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതൊരു ആവശ്യത്തിനും എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഉണ്ടല്ലോ കയ്യിൽ എല്ലാവരുടെയും. അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുമോ, അർജന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ ജസ്റ്റ് വിളിക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ശരി, എന്നാൽ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ, ലൂമിനാർ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വളരെ സിമ്പിൾ ആയിരിക്കും. എനിക്ക് നിങ്ങളൊക്കെ എവിടെയാണെന്ന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും എന്നിട്ട് വിശ്വാസം. ഓക്കെ. അപ്പൊ ശരി, എന്നാൽ ഓൺലൈൻ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ശരി. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. സാർ നമ്മളിപ്പോ എക്സാം വേറെ ബാച്ചിന്റെ കൂടെ എഴുതുമ്പോ അത് ഓക്കെ ആണോ? എന്തായാലും എക്സാമിന് വരുമ്പോൾ അവിടെ ബാച്ചസ് സെപ്പറേറ്റ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ. ആ നമുക്കവിടെ ഇൻഡിവിജ്വൽ ആൾക്കാരെ മനസ്സിലാക്കാനാണ് എക്സാം നടത്തുന്നത്. അവിടെ അങ്ങനെ ബാച്ച് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇതിന്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം, എന്തെങ്കിലും ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതൽ കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത എക്സാം എന്നോട് പറഞ്ഞ 6th ഉണ്ട് എന്നാ പറഞ്ഞത്, December 6th. 6th ഉണ്ടോ? അന്നേരം ആ സമയത്താണെങ്കിൽ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. ബിക്കോസ് എനിക്ക് ഇതിപ്പോ ഇവിടത്തെ എക്സാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ടൈമും പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റി തരാമോ എന്ന് ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് നിങ്ങളുടെ കൂടെ ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. മേ ബി ആരെങ്കിലും റീടെസ്റ്റ് ഒക്കെ വന്നാൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല.
അങ്ങനെ ആരും ഉണ്ടാവരുതെങ്കിൽ ഞാൻ മയക്കുന്നു പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാം പുതിയ ബാച്ചിലെ ആൾക്കാരായിരിക്കും. പറയുന്ന അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ലേ? മനസ്സിലായി. ഓക്കെ. മിക്കവാറും ജൂൺ ബാച്ചസ് അവരൊക്കെ ആയിരിക്കും കൂടി ഉണ്ടാവുക. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു.